ഹലോ ഗേൾസ്, അപ്പോൾ നമുക്ക് ഇന്ന് അടിപൊളി ഒരു ചിക്കൻ മോമോസ് ഉണ്ടാക്കാം. ചിക്കൻ മോമോസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ചിക്കനൊന്നും എല്ലില്ലാത്ത പീസൊന്നും കിട്ടിയില്ല. പിന്നെ എല്ലുള്ള പീസൊക്കെ ആയിരുന്നു. എന്നാലും കുഴപ്പമില്ലെന്ന് വിചാരിച്ച് എല്ലാം പറക്കി കുക്കറിലിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടാണ് കുക്കറിലിട്ടത്. ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാൻ പോവുകയാണ്. അപ്പോൾ ചിക്കൻ മോമോസ് ആർക്കൊക്കെ ഇഷ്ടമാണ്? ഇവിടെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ചിക്കൻ മോമോസ് നോമ്പിനുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുക്കർ വെച്ച് അത് വേവിക്കാൻ വേണ്ടി വെച്ചു. പിന്നീട് നമുക്ക് ഇതിനുള്ള മാവ് സെറ്റാക്കണം. അതിനുവേണ്ടി മൈദയാണ് എടുക്കുന്നത്. മൈദയും അതിൽ ആവശ്യമായിട്ടുള്ള ഉപ്പും വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തിയുടെ പരുവത്തിനാണ് കുഴച്ചെടുക്കുന്നത്. കുറേശ്ശെ വെള്ളം ഒഴിച്ചാണ് കുഴച്ചെടുക്കേണ്ടത്. വെള്ളം അല്പം കൂടിപ്പോയാൽ കുറച്ചുകൂടി മാവിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നീട് നമ്മൾ ക്യാരറ്റ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 വലിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നീട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 2 വലിയ സവാള എടുത്ത് ചെറുതായിട്ട് കുനുകുനാ അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതിലേക്ക് കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ ക്യാരറ്റ്, സവാള, ക്യാബേജ്, അതാണ് മെയിനായിട്ട് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ട് സവാളയെല്ലാം അരിഞ്ഞതിന് ശേഷം ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ക്യാബേജ് ആദ്യം ഗ്രേറ്ററിനകത്ത് ഗ്രേറ്റ് ചെയ്യാൻ നോക്കി, നടക്കുന്നില്ല. പിന്നീട് കൈവച്ച് കുറച്ചൊക്കെ അരിഞ്ഞെടുത്തു. അങ്ങനെ ഈ അരിഞ്ഞെടുത്ത ക്യാബേജ്, ക്യാരറ്റ്, സവാള എന്നിവയെല്ലാം ഒരു ബൗളിലിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ചിക്കൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. ചിക്കൻ്റെ എല്ലൊക്കെ മാറ്റിയിട്ട് നമ്മളതിനെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ മിക്സിയിൽ അടിച്ചെടുത്ത ചിക്കൻ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിക്കന് ഉപ്പ് ചേർത്താണ് വേവിച്ചിരിക്കുന്നത്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്താൽ മതിയാകും. പിന്നീട് ഇതിലേക്ക് സോയാ സോസാണ് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നീട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ് എടുത്തത്. പിന്നീട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നീട് കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ചിക്കൻ്റെ ഭാഗങ്ങളും വെജിറ്റബിൾസും എല്ലാം ഒരേപോലെ മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ട് നമുക്കൊന്ന് കുറച്ച് സമയമെടുത്ത് തന്നെ അതൊന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ ഫില്ലിങ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഇപ്പോൾ മോമോസിലേക്കുള്ള മിക്സിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മാവ് കുറേശ്ശെ ഉരുളകളാക്കി പരത്തിയെടുത്തിട്ട് അതൊരു ജസ്റ്റ് ഷേപ്പിന് വേണ്ടി ചെറിയൊരു അടപ്പ് വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്കെല്ലാം നമ്മൾ ഫില്ലിങ്സ് നിറച്ച് മോമോസ് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് ആവിയിൽ നമ്മൾ മോമോസ് എല്ലാം വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മോമോസ് എല്ലാം നമുക്ക് പറക്കി വെച്ച് കൊടുക്കാം. ഇതെല്ലാം 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു, ഈസിയാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇത് നൈസായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഇട്ടിട്ടുണ്ട്. സോസൊക്കെ കൂട്ടി കഴിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.